താഴത്തു നിന്ന് നമ്മുടെ ലഗേജ് പൊന്തിച്ച് കൊണ്ടിരുന്ന ഒരു എന്താ പറയുക വെള്ളം കോരുന്ന പോലുള്ള സംഗതി കണ്ടത്. പിന്നെ റോട്ടിന്മേലൊക്കെ അനാറുണ്ട്. ഇതൊക്കെയാണ് നാഗ്പൂരിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത്. നാഗ്പൂർ പിന്നെ ഞങ്ങൾ അധികം കൂടുതൽ നിന്നിട്ടില്ല. സിറ്റി അധികം കാണാനൊന്നും അധികം ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ലക്ഷ്യം വാരണാസിയാണ് ഞങ്ങൾ ലക്ഷ്യം. ഇവിടുന്ന് 220 കിലോമീറ്റർ ഉണ്ട് വാരണാസിയിലേക്ക്. ഇതാണ് എന്താ പറയുക നാഗ്പൂർ മഹാരാഷ്ട്ര പോലീസിൻ്റെ ഡ്രസ്സ് വരുന്നത്. വെള്ളയും കാക്കി ഡ്രസ്സും. വഴിയിലൊക്കെ പച്ചക്കറികൾ വിൽക്കുന്നുണ്ട്. പച്ചക്കറികൾക്ക് വലിയ റേറ്റ്, നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് വലിയ റേറ്റ് കുറവൊന്നുമില്ല. അങ്ങനെയാണ് ഒരു വണ്ടി നമ്മളെ തട്ടാൻ വേണ്ടി വന്നത്. ആ പുറകിലുള്ള ബൈക്കുകാരൻ ജസ്റ്റ് തട്ടി വെച്ച് തട്ടിയില്ല എന്ന് വെച്ചില്ല പറഞ്ഞ മാതിരി ഒന്ന് യാത്ര ചെയ്ത് റോഡിലൊക്കെ കൽക്കരി ഇത് കൂട്ടിയിട്ടുണ്ട്. കരി അതായത് കാർബൺ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഫാക്ടറീസൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ നാഗ്പൂർ ടൗണ് ഇങ്ങനെ വിടുകയാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് ലോങ്ങിൽ ഒരു കൽക്കരിൻ്റെ ഒരു എന്താ പറയുക ഒരു മല കാണുന്നത്. നമ്മുടെ കാർബൺ കുഴിച്ചിടുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഈ കാണുന്നതൊക്കെ ധാബകളാണ് മെയിൻ സംഗതി. നമ്മൾ പോണ റൂട്ടിലൊക്കെ ഹോട്ടൽ എന്നുള്ള പേരിന് പകരം ധാബ എന്നാണ് പറയുക. പിന്നെ നീണ്ടു നിൽക്കുന്ന റോഡാണ്. അത് പ്രത്യേകം എടുത്ത് പറയണം. കാരണം ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്കൊരു 3 കിലോമീറ്റർ കാണാൻ പറ്റും. ഈ കാണുന്നതല്ലേ പശുക്കളൊക്കെ അങ്ങോട്ട് അഴിച്ചു വിടുക. രാവിലെ അങ്ങോട്ട് അഴിച്ചു വിടും. വൈകുന്നേരം ആകുമ്പോൾ ഈ പശുക്കൾ സ്വന്തമായിട്ട് തിരിച്ചു കയറും. ഒരു ബായി വരുന്നുണ്ട്. ഒരു ആടുജീവിതം മോഡലൊരു കഥ. ഒരു മിനിറ്റ്. नाम क्या आपका? अशोक कुमार. आप कितने साल हो गया इसके साथ? इसके बाद गाली मोची हो बहुत जलमे से इसके साथ है क्या? कितना ये नाम क्या आपका? अशोक कुमार. अच्छा है ना? अच्छा. कहाँ की आप? हम दिल्ली का. मधेपुरा. अच्छा सही है ना? ഓരോരുത്തർ ജീവിതങ്ങൾ കാണണമെങ്കിൽ ഇതേപോലെ യാത്ര ചെയ്യണം ഓരോ സ്ഥലങ്ങളിലേക്ക്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരെന്ന് അറിയണം. ഈ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും കാണുന്നത് ഈ പെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ പാർക്കാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളൊരു ബ്രോനെ കാണുന്നത്. ഈ ബ്രോ വണ്ടി ഓടിക്കുന്നത് കന്യാകുമാരി മുതൽ ലഡാക്ക് വരെ. കന്യാകുമാരി. I'm from Kerala. बिहार. Really? आप कहाँ से? कहाँ से कहाँ तक? केरला टू नेपाल. Yes. Okay. केरला कहाँ से निकले? വാരണാസിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു ബ്രോനെ കണ്ട്. എവിടുന്ന? കന്യാകുമാരി ടു ലഡാക്ക്. What's your name? राहुल सिंह. हिंदी आता है. बोलिए यार. तो कितना दिन हो गया भैया? 1 month to 3 days हो गए. 1 month 2 3 days. ഓ ഇതിനെ എടുത്തു വരേണ്ട സംഗതി ഇതില്ല. ഇതാണ് നമുക്ക് ഇത് വെച്ചിട്ടാണ് ബോസ് ലഡാക്ക് വരെ പോകുന്നത്. अब पहले बिहार से कन्याकुमारी गया. ट्रेन से गया. इसकी वजह से उधर से लिए कि केरला से गया. केरला से गया क्या? त्रिवेंद्रपुरम सेंट्रल है. हाँ वहाँ से अच्छा. बाप रे. ये जगह चलाओ. അനുവേട്ടൻ നമ്മളെ സൈക്കിൾ ഓട്ടാൻ പോവുകയാണ് ഗൈസ്. അനുവേട്ടൻ ഇനി മുതൽ ഓൾ ഇന്ത്യ പോകുന്നത് സൈക്കിളിലാണ് ഗൈസ്. ബൈക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. സൈക്കിളിലാണ് ഗൈസ്. എന്താ എങ്ങനെയുണ്ട് സൈക്കിൾ ഓട്ടിട്ട്? എന്താ എക്സ്പീരിയൻസ്? സൈഡാക്കിയാളി സൈക്കിൾ, സൈഡാക്കിയാളി ഇങ്ങോട്ടേക്ക് സൈഡാക്കിയാളി. സ്റ്റാൻഡ് പോലും എവിടെയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ്. ബ്രോന് എല്ലാവിധ ആശംസകളും നമ്മൾ തരുന്നു. നമ്മൾക്ക് എന്താ പറയുക ബ്രോനെ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് നടക്കില്ല. അതെ. അപ്പൊ എല്ലാവിധ ശരി. Yes, especially what crossing? Tiger, leopard, animal crossing, please. And the why reason this is? 30 kg reduced. Yes. ഈ റോഡിൽ കൂടെ കൊണ്ടുപോകുന്ന സാധനം ട്രെയിനിന്റെ വീലുകളാണ്. അതെ ഗൈസ്,
നമ്മുടെ ട്രെയിനിന്റെ ചക്രാണ് ഗൈസ് ഫുള്ള്. നമ്മൾ ഇത്ര ദൂരവും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിലെ പെഞ്ച് തന്നെ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഈ പച്ച ഷീറ്റ് കൊണ്ട് ഇവർ മറച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മധ്യപ്രദേശിലേക്ക് കിടക്കുകയാണ്. അവർക്ക് പോലും അറിയില്ല ഇവര് ഏത് സ്റ്റേറ്റിലുള്ളതെന്നുള്ളത്. महाराष्ट्र और एमपी ये है महाराष्ट्र आगे ये मध्य प्रदेश है क्या? पक्का? ओह माय गॉड, उसमें कोई बोर्ड नहीं लगा? मिलेगा ना आपको, सामने भी बोर्ड मिलाऊंगा और आपको आगे और मिलेगा. ठीक है, थैंक यू ब्रो. गाइस നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ 60 രൂപയാണ് ഇവിടെ തക്കാളിക്ക് വില. അങ്ങനെ നമ്മൾ മധ്യപ്രദേശിൽ കടന്നിരിക്കുകയാണ്. മധ്യപ്രദേശിൻ്റെ ബോർഡറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ആ പന്ന ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലും അത് മധ്യപ്രദേശിലും കൂടി രണ്ടും കൂടി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ചായ കുടിക്കുക എന്നുള്ളൊരു സെറ്റപ്പിന് ഇങ്ങനെ എവിടെയെങ്കിലും സൈഡാക്കാമെന്ന് നോക്കുമ്പോഴാണ് ഇടത്തെ ഭാഗത്ത് എന്താ പറയുക നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന പച്ചക്കറിയിൽ മരുന്നടിക്കുന്ന സീനാണിത്. ഈ സ്പ്രേ അടിച്ചിട്ട് സാധനമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കി ഒരു ചായ കുടിക്കുമ്പോഴാണ് നല്ല പൊക്കവട, അടിപൊളി പൊക്കവട അങ്ങനെ പൊരിക്കുന്നത് കാണുന്നത്. പൊക്കവടയാണോ വെച്ചാൽ അല്ല, ഇതിന് വേറൊരു എന്തോ ഒരു പേര് അവർ പറഞ്ഞു. പക്ഷേ നല്ല രുചി ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇതിന് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈദ ഉണ്ട്. മൈദേൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇതില്ലേ നമ്മുടെ എന്താ പറയുക മല്ലിയാണ് ഇതിൻ്റെ മെയിൻ എടുത്തത്. കാരണം ഓരോ കടി കഴിക്കുമ്പോഴും മല്ലിയുടെ ടേസ്റ്റ് നല്ലോണം ഉണ്ട്. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. പൊക്കോട നമ്മുടെ നാട്ടിലെ പൊക്കോടനെക്കാട്ടും രസം ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കഞ്ചാവും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സർവ്വസുലഭമാണ്. ആൾക്കാർക്ക് ഒരു പേടിയില്ലാതെ ഉപയോഗിക്കുന്നതാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഇദ്ദേഹത്തിന് ഈ കയ്യിലുള്ളത് കഞ്ചാവാണ്. ഈ കഞ്ചാവൊക്കെ എത്ര ലാഘവത്തിലാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ആർക്കും പ്രശ്നങ്ങളില്ല എന്നാണ് ഇതിന് മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഇത്തരത്തിൽ ധൈര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ മുതിരോ ഇല്ല. ഇതൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ നാഗ്പൂരിലേക്ക് വണ്ടി കയറി നിൽക്കേണ്ട. എന്താ പറയുക, പണി എപ്പോൾ പശുവെള്ളത്തിൽ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇവർക്ക് പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ യാത്ര. എന്താ പറയുക, കേരളത്തിൽ നിന്ന് നേപ്പാൾ വരെ നമ്മൾ പോകുന്നു, എങ്ങനെ പോകുന്നു, എത്ര രൂപയായി, എല്ലാ ഡീറ്റെയിൽസും ഇവർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഒരു സ്നേഹത്തിലുള്ള ഒരു സംസാരങ്ങളായിരുന്നു അവരത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇനി നല്ല നല്ല കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ വരാം. ഓക്കെ, ബൈ.